അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം. ദൈവത്തിൻ്റെ വിശുദ്ധമായ പരിശുദ്ധമായ നാമം മഹത്വപ്പെടട്ടെ, ഉയർത്തപ്പെടട്ടെ, വാഴ്ത്തപ്പെടട്ടെ. ആമേൻ. കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച്, പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച്, ക്രിസ്തു ആരെന്നുള്ള ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവരാജ്യം എന്നാൽ എന്ത്, ദൈവരാജ്യം എന്താണ് എന്നുള്ള ആ ഒരു ഇതിലാണ്. ദൈവരാജ്യം എന്താണ്, ദൈവരാജ്യം എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ ഉപവിഷയമായിട്ട് നരകരാജ്യം എന്താണ്. പിന്നെ നിങ്ങൾക്കറിയാം ഈ ഭൂമിയിലെ രാജ്യങ്ങൾ. അപ്പോൾ ഈ ഭൂമിയിലെ രാജ്യങ്ങളുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഭൂമിയിലെ രാജ്യങ്ങളുണ്ട്, ഭൂഖണ്ഡങ്ങളും രാജ്യങ്ങളുമായിട്ട് അങ്ങനെ അതുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ഭൂമിയിലെ രാജ്യങ്ങളുള്ളതുപോലെ തന്നെ ദൈവരാജ്യം എന്നൊരു രാജ്യമുണ്ട്. അതുപോലെ തന്നെ നരകരാജ്യം എന്ന രാജ്യമുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സൃഷ്ടാവും നിയതാവും ഉടമസ്ഥനും ഒരാൾ തന്നെയാണ്. നമ്മളെല്ലാം സൃഷ്ടിച്ചവനായ ദൈവം ആണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ. ഇതിനെല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് ആ ദൈവമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ സുവിശേഷങ്ങൾ, അതായത് പഴയ നിയമത്തിലും ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. രണ്ട് വാക്കുകളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ദൈവരാജ്യം എന്നും ഉപയോഗിച്ചിട്ടുണ്ട്, സ്വർഗരാജ്യം എന്നും ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ്. അത് ഞാൻ മനസ്സിലാക്കിയത്, ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവം, യഹൂദന്മാർ ഈ ദൈവം എന്ന് എപ്പോഴും എടുത്ത് പറയത്തില്ല. യഹോവയുടെ നാമം അവർക്ക് പറയാൻ ഭയങ്കര ഭയപ്പാടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ദൈവരാജ്യം എന്ന് പറയാതെ സ്വർഗരാജ്യം എന്ന് പറയുവാനായിട്ട്, അങ്ങനെയുള്ള എഴുത്ത് പുതിയ നിയമത്തിൽ വരാനായിട്ട് കാര്യം. പഴയ നിയമത്തിലും അതുപോലെ തന്നെ സ്വർഗരാജ്യം എന്നുള്ള ആ അർത്ഥത്തിലാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അത് ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അവർക്ക് ദൈവത്തെ, കാര്യം അവർ യഹൂദന്മാർ അഥവാ ഇസ്രായേൽ ജനം, ഇസ്രായേൽ നബിമാരും അതുപോലെ പുരോഹിതന്മാരും ന്യായശാസ്ത്രികളൊക്കെ ദൈവത്തിൻ്റെ പേര് പറയാൻ, യഹോവയുടെ നാമം പറയാനൊക്കെ ഭയങ്കര ഇതാണ്. ഒരു പ്രാവശ്യം അവരത് എഴുതുന്നെങ്കിൽ തന്നെ വളരെ ഭയഭക്തി ബഹുമാനത്തോടു കൂടിയാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ദൈവരാജ്യം എന്നുള്ളതിന് സ്വർഗരാജ്യം എന്നവർ പറയുവാനായിട്ട്, എഴുതുവാനായിട്ട് കാര്യം, സ്വർഗരാജ്യം എന്ന് പറയാൻ കാര്യം എന്നറിയുന്നു. ഞാനത് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അത് ശരിയായെങ്കിലും തെറ്റാണെങ്കിലും ഏതായാലും ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സ്വീകരിക്കാം. എന്തായാലും സ്വർഗരാജ്യവും ദൈവരാജ്യവും ഒന്നാണ് എന്നാണ് എൻ്റെ കാര്യം. ഇനി നമ്മൾ മത്തായിയുടെ സുവിശേഷം, അതായത് ഇപ്പോൾ ഒന്നാമത്തെ നമ്മൾ സുവിശേഷങ്ങളിൽ പുതിയ നിയമത്തിൽ ഒന്നാമത്തെ പുസ്തകം മത്തായിയുടെ സുവിശേഷത്തിൽ ആണ് യേശുക്രിസ്തുവിനെ രാജാവായിട്ട് കാണുന്ന, അതായത് രാജാവായിട്ട് പിറവിയിൽ തന്നെ, അതായത് ജനനത്തിൽ തന്നെ രാജാവായിട്ട് പിറക്കുന്നവനായിട്ടും പിന്നെ തുടർന്ന് രാജാവായിരിക്കുന്നവനായിട്ട്, യഹൂദന്മാരുടെ രാജാവ് എന്നുള്ള ആ ഒരു വെളിപ്പാടിൽ യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ഒരു സുവിശേഷമാണ് മത്തായിയുടെ സുവിശേഷം, മത്തായി എഴുതിയ സുവിശേഷം. ഇനി മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ ദാസനായിട്ടാണ് വെളിപ്പെടുത്തുന്നത്. പിന്നെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ മനുഷ്യപുത്രനായിട്ടാണ് മനുഷ്യപുത്രനായിട്ടാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇനി യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ദൈവപുത്രനായിട്ടാണ് യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തി. ഇങ്ങനെയാണ് ഈ നാല് സുവിശേഷങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ 4 സ്വഭാവ സവിശേഷതകൾ അല്ലെങ്കിൽ 4 അധികാര സവിശേഷതകളൊക്കെയാണ് അങ്ങനെ അത് വിശദമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ സന്ദർഭോചിതമായിട്ട് അങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ദൈവരാജ്യം, അപ്പോൾ ഈ ദൈവരാജ്യത്തെക്കുറിച്ച് നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ ആദ്യം നമ്മൾ വായിക്കുന്നത്, അതിൻ്റെ ദൈവരാജ്യത്തെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം നമ്മൾ ആദ്യം വായിക്കുന്നത് 5-ാമത്തെ ഇവിടെ കൊതുകിൻ്റെ ശൈലിയുണ്ട്. കൊതുകിൻ്റെ ഒരു അതാണിപ്പം, കൊതുകിൻ്റെ ശൈലം വല്ലാണ്ടുണ്ട്. തിരി കത്തിച്ച് വെച്ചാലും കൊതുകിൻ്റെ ശൈലിയുണ്ട്. അപ്പോൾ 5-ാമത്തെ അധ്യായം നാലാമത്തെ അധ്യായമാണ്.
പിന്നെ യേശു ഗലീല രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ച് അതായത് മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 17-ാം വാക്യം അവിടെയാണ് ഈ ആദ്യമായിട്ട് മത്തായിയുടെ സുവിശേഷത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ച് കർത്താവ് ആദ്യമായിട്ട് സുവിശേഷം പറയുന്നത്. അതായത് താനും ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ ആ സന്ദേശം അറിയിക്കുന്നത് ആദ്യമായിട്ട് പറയുമ്പോൾ അത് തന്നെയാണ് പറയുന്നത്. 4-ാം അധ്യായം 17-ാം വാക്യം. അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെടുവിനെന്ന് പ്രസംഗിച്ചു തുടങ്ങി. അപ്പോൾ ആദ്യമായിട്ട് തന്നെ അദ്ദേഹം പറയുന്നത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്തെക്കുറിച്ചാണ്, സ്വർഗരാജ്യത്തെക്കുറിച്ചാണ് യേശുക്രിസ്തു സംസാരിച്ച് സുവിശേഷം തൻ്റെ ദൗത്യം ആരംഭിക്കുന്നത് തന്നെ അങ്ങനെയാണ്. ഇത് തന്നെയാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 15-ാം തിരുവചനത്തിലും പറയുന്നത്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു. അപ്പോൾ അതും ആദ്യമായിട്ട് കർത്താവ് പറയുന്നതാണ്. ആദ്യമായിട്ട് സന്ദേശം ലോകത്തോട് അറിയിക്കുന്ന സന്ദേശം ഇതാണ്, ദൈവരാജ്യത്തെക്കുറിച്ച്, സ്വർഗരാജ്യത്തെക്കുറിച്ച്. പിന്നെ ഇത് കണ്ടിന്യൂസ് ചെയ്യാൻ ദൈവം കർത്താവായ യേശുക്രിസ്തു ഇതിനെക്കുറിച്ച് തന്നെയാണ് താൻ എവിടെയൊക്കെ ഏതൊക്കെ പ്രസംഗങ്ങൾ, ഏതൊക്കെ പ്രഭാഷണങ്ങൾ, ഏതൊക്കെ ഉപമകൾ, എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, അതിൻ്റെ എല്ലാത്തിൻ്റെയും മൂലബിന്ദു സ്വർഗരാജ്യം അഥവാ ദൈവരാജ്യം എന്നുള്ളതാണ്. അതാണ് നമ്മൾ സുവിശേഷങ്ങൾ 4 സുവിശേഷങ്ങളും പഠിക്കുമ്പോഴും അവിടെ എല്ലാം ഇത് കാണുന്നുണ്ട്. അപ്പം നമ്മളത് എല്ലാ ദൈവവചന ഭാഗങ്ങളും എടുത്ത് പഠിക്കുവാനായിട്ടുള്ള നമുക്കൊരു സാവകാശമില്ല, അതിൻ്റെ ആവശ്യമില്ല. കാര്യം ഞാൻ പറഞ്ഞല്ലോ, യേശുക്രിസ്തുവിനെ അറിയുക എന്നുള്ളതിനൊരു അടിസ്ഥാനം നിങ്ങൾ കിട്ടിത്തരിക. ഈ അടിസ്ഥാനത്തിന്മേൽ നിങ്ങൾ സ്വയം തന്നെ തുടർന്നുള്ള തിരുവചന പഠനത്തിലൂടെ നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാന പൂർത്തിയിലേക്ക് വളർന്നു വരണം. അത് തിരുവചന വായനയിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ, തിരുവചന പഠനത്തിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പോൾ തന്നെ തിരുവചനം അങ്ങനെ നമ്മൾ ആഗ്രഹത്തോടും താല്പര്യത്തോടും കൂടി, സമർപ്പണത്തോടും പ്രതികരണത്തോടും കൂടി, പോസിറ്റീവായ പ്രതികരണത്തോടും കൂടി തിരുവചനത്തെ നമ്മൾ ഇതേ രീതിയിൽ പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. കാര്യം ഇതിൻ്റെ ഗ്രന്ഥകാരൻ പരിശുദ്ധാത്മാവാണ്. 1500 വർഷങ്ങൾ കൊണ്ട് 40-ലധികം ദൈവത്തിൻ്റെ പുരുഷന്മാർ അഥവാ ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യരായ ദൈവത്തിൻ്റെ പുരുഷന്മാർ അവരിലേക്ക് ദൈവാത്മാവ് വന്ന ആ ദൈവാത്മാവിനാൽ അവരിലൂടെ എഴുതപ്പെട്ട ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം. അപ്പോൾ അതുകൊണ്ടാണ് ഈ പുസ്തകം നമ്മൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഒരു പുസ്തകമായിട്ട് തന്നെ തോന്നുന്നതിൻ്റെ കാരണം ഇതിൻ്റെ ഗ്രന്ഥകർത്താവ് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ നമുക്കിത് വായിക്കാനായിട്ടൊരു പ്രേരണ ഉണ്ടാകണമെങ്കിലും പരിശുദ്ധാത്മാവ് വേണം. ഇത് ഗ്രഹിക്കാനും പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ തിരുവചനം വായിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുവാൻ നമുക്ക് അതിനൊരു താല്പര്യം ഉണ്ടാകണം, സമർപ്പണം ഉണ്ടാകണം, പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതികരണം ദൈവവചനത്തിലുണ്ടാകണം. അപ്പോഴാണ് നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ ഇതിനൊക്കെ സഹായിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സഹായിക്കും. ദൈവം നിശ്ചയമായിട്ട് നിങ്ങളുടെ താല്പര്യത്തെ കണ്ടുകൊണ്ട് നിങ്ങളുടെ സമർപ്പണത്തെ, ദൈവത്തോടും ദൈവവചനത്തോടുമുള്ള നിങ്ങളുടെ സമർപ്പണത്തെയും താല്പര്യത്തെയും ദൈവം മനസ്സിലാക്കുന്നു, പരിശുദ്ധാത്മാവ് മനസ്സിലാക്കുന്നു. നിശ്ചയമായിട്ടും സഹായകനും കാര്യസ്ഥനുമായ പരിശുദ്ധാത്മാവ് നിങ്ങളെ അതിന് സഹായിക്കും. കാര്യം പരിശുദ്ധാത്മാവിൻ്റെ ജോലി ഭൂമിയിലേക്ക് വന്നിരിക്കുന്നതിൻ്റെ ഒന്നാമത്തെ ജോലി അതാണ്. ദൈവത്തിൻ്റെ ജനത്തെ ഒരുക്കി ദൈവത്തിൻ്റെ സ്ഥലങ്ങളിലേക്ക്, ദൈവത്തിൻ്റെ സന്നിധിയിൽ, ദൈവത്തിൻ്റെ ആലയത്തിലേക്ക്, നിത്യതയിലേക്ക് എത്തിക്കുക എന്നുള്ള ആ ദൗത്യമാണ്. ദൈവരാജ്യത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യവുമായിട്ടാണ് പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നിശ്ചയമായിട്ടും പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. അപ്പോൾ നമ്മളിപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ ആ ഒരു കാര്യം പറഞ്ഞു. അതിനോടുള്ള ബന്ധത്തിൽ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 15-ാം വാക്യം നമ്മൾ പറഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ പോകുന്ന മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെയാണ് 5-ാം അധ്യായത്തിൽ ഇത് തന്നെ ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 5-ാം അധ്യായം 4-ാം അധ്യായത്തിലെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി 5-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. 5-ാം വാക്യത്തിൽ, അതായത് 3-ാം വാക്യത്തിൽ പറഞ്ഞതാണ്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. കണ്ട, ഇവിടെ സ്വർഗരാജ്യം എന്നാണ് പറഞ്ഞത്. രണ്ടും ഒന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. അപ്പം അങ്ങനെയുള്ള അത് ഇതിനകത്ത് സുവിശേഷ ഭാഗ്യങ്ങളാണ്. അപ്പം നമ്മുടെ വിഷയം സ്വർഗരാജ്യമായതുകൊണ്ട് ആ വിഷയം മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ സ്വർഗരാജ്യം അവർക്കുള്ളത്. 5-ാമത്തെ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 3-ാം വാക്യം. ഇനി
അതിൽ 16-ാം അധ്യായം 19-ാം വാക്യത്തിലുണ്ട്. പിന്നെ അതുകൂടാതെ കൊണ്ട് തന്നെ 22-ാം തിരുവചനം, 22, 11 അങ്ങനെയുള്ള തിരുവചനങ്ങളിലൊക്കെ ഈ ദൈവരാജ്യത്തെക്കുറിച്ച്, സ്വർഗ്ഗരാജ്യത്തെക്കുറിച്ച്, ദൈവരാജ്യം അഥവാ സ്വർഗ്ഗരാജ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ മത്തായിയുടെ സുവിശേഷം ഞാൻ പറഞ്ഞല്ലോ, പൊതുവെ മുഴുവനായിട്ട്, അതായത് രാജാവായ ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. രാജാവായ ക്രിസ്തുവിനെ. അപ്പോൾ അതുകൊണ്ട് രാജാവ് എവിടെയാണ് ഉള്ളത്? രാജ്യത്താണല്ലോ ഉള്ളത്. അപ്പോൾ ഈ ദൈവരാജ്യത്തെക്കുറിച്ച് ആധികാരികമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു പുതിയ നിയമ ഗ്രന്ഥമാണ് മത്തായി എഴുതിയ സുവിശേഷം. അപ്പോൾ അത് നിങ്ങൾ വായിച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് ഒത്തിരിയേറെ റെഫറൻസുകളും ദൈവവചനങ്ങളും നിങ്ങൾക്ക് കിട്ടും, ദൈവരാജ്യത്തെക്കുറിച്ചുള്ളത്. ഞാനിപ്പോൾ അതിൻ്റെ നമ്മുടെ ടൈമിൽ അത് നിർത്തേണ്ടത് കൊണ്ട് പിന്നെ നിങ്ങൾക്കൊരു ഈ ചെറിയൊരു ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു അടിസ്ഥാനം ഉപദേശം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ നിങ്ങൾ വളർന്നു വരിക. നിങ്ങൾ തുടർന്നുള്ള പഠനത്തിലൂടെ നിങ്ങൾ തന്നെ സ്വയം ഉള്ള പഠനത്തിലൂടെ നിങ്ങൾ വളർന്നു വരിക. അപ്പോൾ അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഇനിയിപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് പോകുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം ഞാൻ വായിച്ചു. 1-ാം അധ്യായം 15-ാം വാക്യം ഞാൻ വായിച്ചല്ലോ. ഇനി അതിനകത്ത് 12-ാം അധ്യായം, മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിലും ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതിനൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ട്. അത് നിങ്ങൾ തന്നെ വായിച്ച് മനസ്സിലാക്കിക്കോളാം. ഞാനത് ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി, അതായത് എല്ലാ സുവിശേഷങ്ങളിലും ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നിങ്ങൾക്കൊരു അറിവിലേക്കായിട്ട് ചില തിരുവചന ഭാഗങ്ങൾ മാത്രം വായിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. 12:3 മർക്കോസ് എഴുതിയ സുവിശേഷം അവിടെ നമ്മൾ 12-ാം അധ്യായത്തിൽ പറയുന്നത് ഒരു ഉപമ പറയാം. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള, സ്വർഗ്ഗരാജ്യത്തെക്കുറിച്ചുള്ള ഒരു ഉപമ കർത്താവ് തൻ്റെ പിന്നാലെ വന്ന ജനത്തോടും തൻ്റെ ശിഷ്യന്മാരോടും പറയുന്ന ഒരു ഉപമയാണ്. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഉപമയാണ്. അത് നിങ്ങൾ വായിച്ചാൽ അത് മനസ്സിലാക്കുക. ദൈവരാജ്യം അതിൻ്റെ എന്താണ് എൻ്റെ ഇതെന്നുള്ളത് നിങ്ങളത് 12-ാം അധ്യായം മുഴുവനും, കാര്യം അത് വായിച്ച് ഒരു ഉപമയാണ്. ദൈവരാജ്യമാണ് വിഷയം. ദൈവരാജ്യമുണ്ട് എന്നുള്ള ഒരു ബോധ്യം അവർക്ക് ലളിതമായ ഭാഷയിൽ വളരെ ചെറിയ ഒരു ഉപമയിലൂടെ, നല്ലൊരു ലളിതമായ ഒരു ഉപമയിലൂടെ പറയുന്നതാണ് 12-ാം അധ്യായം. അപ്പോൾ അത് നിങ്ങൾ വായിച്ചുകൊള്ളുക. ഇനി 16-ാം അധ്യായത്തിൽ 19-ാമത്തെ തിരുവചനം, മർക്കോസിൻ്റെ സുവിശേഷം 16 അധ്യായങ്ങളേ ഉള്ളൂ. അതിൻ്റെ അവസാനത്തെ അധ്യായമാണ്. അവസാനത്തെ അധ്യായം 16-ാം അധ്യായം 19-ാമത്തെ തിരുവചനം. ഇതെല്ലാം അവർക്ക് അപ്പം അതിൻ്റെ അവസാനത്തെ വചനമാണ്. 19-20 വാക്യങ്ങളാണ് നമുക്കുള്ളത്. 16 അധ്യായം മർക്കോസിൻ്റെ സുവിശേഷം 16 അധ്യായമാണ്. അതിൽ പറയാൻ തരത്തിൽ 20 വാക്യങ്ങളാണുള്ളത്. അതിൽ 19-20 വാക്യങ്ങളിൽ ദൈവരാജ്യത്തെക്കുറിച്ച് കർത്താവ് അവസാനമായിട്ട് പറഞ്ഞ് സ്വർഗത്തിലേക്ക് കയറി പോകുന്ന ഭാഗമാണത്. ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നു അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് കർത്താവ് അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം അവരെ പഠിപ്പിച്ച് ഉപദേശിച്ച് പറഞ്ഞു കൊടുത്തതിന് ശേഷം ഒലിവുമലയിൽ വെച്ച് സ്വർഗത്തിലേക്ക് 500-ലധികം ആൾക്കാർ, തൻ്റെ ശിഷ്യന്മാരായ ആൾക്കാർ നോക്കിക്കൊണ്ട് നിൽക്കെ അദ്ദേഹം ഒലിവുമലയിൽ നിന്ന് സ്വർഗത്തിലേക്ക് മേഘത്തിൽ എടുക്കപ്പെടുന്ന സമയത്താണ് അതിന് തൊട്ട് മുൻപ് പറഞ്ഞ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളി ചെയ്ത ശേഷം, അതായത് ഈ കാര്യങ്ങളെല്ലാം അവരെ ഒന്നുകൂടി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ 3.5 വർഷം അവരോട് കൂടെ ആയിരുന്നപ്പോൾ അവരെ പറഞ്ഞ് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിയതിന് ശേഷം അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ
ആ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അതായത് കർത്താവ് സ്വർഗാരോഹണം ചെയ്തു. ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരുന്നു. അവിടെ അവിടെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു. 19-ാം വാക്യമാണ്. അപ്പം നിങ്ങൾക്കിപ്പോൾ അത് ഈ മത്തായി, മർക്കോസ്, ഇനി ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബോധ്യം, ഒരു ഉത്തമ ബോധ്യവും ഉറപ്പും കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ കൂടി നമുക്കൊന്ന് പഠിക്കേണ്ടതുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 22-ാം തിരുവചനം. ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 22-ാമത്തെ തിരുവചനം നമുക്കൊന്ന് പരിശോധിക്കാം. യേശുവിന് ഈ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. അവൻ യോസഫിൻ്റെ മകനെന്ന് ജനം വിചാരിച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷം 3:22. അപ്പം യേശുവിന് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. അവൻ യോസഫിൻ്റെ മകനെന്ന് ജനം വിചാരിച്ചു. അപ്പം കർത്താവായ യേശുക്രിസ്തു ദൈവരാജ്യത്തെക്കുറിച്ചുള്ള, അതായത് സ്വർഗത്തിൻ്റെ തൻ്റെ ഉദ്ദേശം, തൻ്റെ ഈ ഭൂമിയിലേക്കുള്ള വരവിൻ്റെ ഉദ്ദേശം അത് പ്രസംഗിക്കുന്നതിന്, ആ വേല, ആ ദൗത്യം ചെയ്യുന്നതിന് വേണ്ടി, ആ ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്ന ആ പ്രവൃത്തി തുടങ്ങിയപ്പോഴത്തേക്ക് യേശുക്രിസ്തുവിൻ്റെ വയസ്സ് 30 വയസ്സായിരുന്നു. അതായത് യൗവനഭാവം, നല്ല യൗവനത്തിലാണ് കർത്താവായ യേശുക്രിസ്തു തൻ്റെ ദൗത്യവുമായിട്ട് വന്നത്. അതായത് ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് ഈ തൻ്റെ പ്രവൃത്തിയിലേക്ക് കടന്നത്. അതാണ് അവിടെ ആ തിരുവചനത്തിൽ പറയുന്നത്. പിന്നെ അതിന് താഴത്തേക്കുള്ളത് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അത് അവരുടെ ചരിത്രമാണ്. അതായത് യഹൂദ ഗോത്ര പിതാക്കന്മാരുടെ ചരിത്രമാണ്. അത് ദൈവത്തിൻ്റെ ആദം മുതൽ യേശുക്രിസ്തു വരെയുള്ള ആ ജനന പ്രക്രിയ, അതായത് യഹൂദ പിതാക്കന്മാർ, ഗോത്ര പിതാക്കന്മാരുടെ അവരുടെ ആ തലവന്മാർ, ഗോത്രതലവനായിട്ട് അറിയപ്പെട്ട ഗോത്രതലവന്മാരായിട്ടുള്ളവരുടെ ചരിത്രങ്ങളാണ് അതിൻ്റെ കാര്യം പറയുന്നത്. ബാക്കി ആ 3-ാം അധ്യായത്തിൽ മുഴുവനും പറയുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങളൊക്കെ പറയുന്നത്. ഇനി 4-ാം അധ്യായത്തിലേക്ക് കടക്കാം നമുക്ക്. 4-ാം അധ്യായം 43-ാമത്തെ വചനം. നേരം വെളുത്തപ്പോൾ അവർ പുറപ്പെട്ട് നിർജ്ജന പ്രദേശത്തേക്ക് പോയി. പുരുഷാരം അവനെ തിരഞ്ഞു അവൻ്റെ അരികെ വന്ന് വിട്ടുപോകാതിരിക്കാൻ അവരവരോട്. 43, അതായത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 43-ാമത്തെ തിരുവചനം. അവൻ അവരോട്, ഞാൻ മറ്റുള്ള പട്ടണങ്ങളിലും ദൈവരാജ്യം സുവിശേഷിക്കേണ്ടതാകുന്നു, ഇതിനായിട്ടല്ലോ എന്നെ അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ടോ അപ്പം താൻ വന്നത് ദൈവരാജ്യ സന്ദേശം, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടി, ദൈവരാജ്യത്തെക്കുറിച്ച് ഈ ഭൂമിയിലെ ജനങ്ങളെ അറിയിക്കേണ്ടതിനാണ് താൻ വന്നതെന്നാണ് ആ തിരുവചനത്തിൽ പറയുന്നത്. അപ്പം അവിടെയും ദൈവരാജ്യം എന്നുള്ള ആ ഒരു അതാണ് കൺസെപ്റ്റ്. ദൈവം വന്നിരിക്കുന്ന വിഷയം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൗത്യം ദൈവരാജ്യത്തെ ഈ ഭൂമിയിലെ തൻ്റെ സാദൃശ്യത്തിന് സ്വരൂപത്തിന് സൃഷ്ടിച്ച മനുഷ്യരെ പറഞ്ഞ് പഠിപ്പിക്കുക, അവരെ ഗ്രഹിപ്പിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. പിന്നെ അങ്ങനെ അത് പറഞ്ഞതിന് ശേഷം ആ രാജ്യത്തിലേക്ക് കടക്കണം, ആ രാജ്യത്തിലേക്ക് ഇവരെ എല്ലാവരെയും പ്രവേശിപ്പിക്കണം. അതിനെന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് കർത്താവ് സുവിശേഷം ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഇത് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ വിഷയം ദൈവരാജ്യം, ഇപ്പോഴത്തെ ഈ വീഡിയോ ദൈവരാജ്യത്തെക്കുറിച്ച് മാത്രമായതുകൊണ്ട് ആ ദൈവരാജ്യം എന്നുള്ള അല്ലെങ്കിൽ സ്വർഗരാജ്യം എന്നുള്ള കാര്യം മാത്രമാണ് നാം ചിന്തിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ വായിക്കാം. അവൻ അവരോട്, ഞാൻ മറ്റുള്ള പട്ടണങ്ങളിലും ദൈവരാജ്യം സുവിശേഷിക്കേണ്ടതാകുന്നു, ഇതിനായിട്ടല്ലോ എന്നെ അയച്ചിരിക്കുന്നത്. അപ്പം ദൈവരാജ്യം എന്നൊരു രാജ്യമുണ്ട്. ആ രാജ്യത്തിൽ നിന്ന് വന്ന ആളാണ് യേശുക്രിസ്തു. ആ രാജ്യത്തിലെ സന്ദേശമാണ് യേശുക്രിസ്തു അറിയിച്ചുകൊണ്ടിരുന്നത്. ഇനി 6:20 ലൂക്കോസ് എഴുതിയ സുവിശേഷം 6:20 കൂടി നമുക്ക് പരിശോധിക്കാം. അനന്തരം അവൻ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞത്, ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങൾക്കുള്ളത്. അനന്തരം അവൻ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞത്, ദരിദ്രന്മാരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങൾക്കുള്ളത്. കണ്ടോ? അപ്പം അവിടെയും ദൈവരാജ്യം ആണ് പ്രധാന അവൻ്റെ പ്രസംഗ വിഷയം, അതിൻ്റെ വിഷയം, കഥലാ വിഷയം. അപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാണല്ലോ. അപ്പോൾ ദൈവരാജ്യം എന്നുള്ള രാജ്യമുണ്ട്. ആ രാജ്യത്തിൽ നിന്ന് വന്നയാളാണ് യേശുക്രിസ്തു.
ആ രാജ്യത്തിൻ്റെ അധിപനാണ് യേശുക്രിസ്തു. ആ രാജ്യത്തിൻ്റെ സർവാധികാരി ദൈവമാണ്. അതായത് ആ രാജ്യത്തിലെ ദൈവമാണ് യേശുക്രിസ്തു എന്ന് കൃത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ മത്തായി, മർക്കോസ്, ലൂക്കോസിൻ്റെ സുവിശേഷങ്ങൾ വായിച്ചു, യോഹന്നാൻ്റെ സുവിശേഷത്തിലുണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല, സമയത്തിൻ്റെ ആ പരിമിതി കൊണ്ട് ഇതിലേക്ക് ഞാൻ പോകുന്നില്ല. പിന്നെ ഇന്ന് നമുക്ക് രണ്ടാമത് കാര്യം, നമ്മൾ ലോകരാജ്യത്തെക്കുറിച്ച് പറഞ്ഞു. ലോകരാജ്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ. നമ്മളിപ്പം നമ്മുടെ ദൃശ്യമായ നഗ്നമായ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ ലോകരാജ്യം, അതായത് ഭൂമിയിലെ രാജ്യം, അതാണ് ലോകരാജ്യം. ലോകത്തിലെ ഓരോ രാജ്യങ്ങളെക്കുറിച്ച് അറിയാൻ വയ്യാത്ത ആരുമില്ല. അപ്പോൾ അത് നമ്മൾ അതിനെക്കുറിച്ച് പിന്നെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. അതിനെക്കുറിച്ച് ദൈവം പറയുന്നുണ്ട്. ഭൂമിയിലുള്ള രാജ്യങ്ങളെക്കുറിച്ച് കാര്യം നമ്മൾ ദൈവത്തിൽ അതിന് ധാരാളം പരാമർശങ്ങളുണ്ട്, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും. കാര്യം ദൈവമാണല്ലോ ഇതിൻ്റെ എല്ലാത്തിൻ്റെ സൃഷ്ടാവ്. അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മൾ അടുത്ത ഭാഗത്തിരിക്കും. അപ്പോൾ ഇപ്പോൾ ഈ ഭാഗം നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ബേസ്മെൻറ്റ് നിങ്ങൾക്ക് ഒരു അവയർനെസ് നിങ്ങൾക്ക് തരുന്നത് മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ തിരുവചനത്തിലൂടെ വായിച്ചും ധ്യാനിച്ചും പഠിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ വായിച്ചും ധ്യാനിച്ചും പഠിക്കണം. അപ്പോൾ നമ്മളിനി ചിന്തിക്കാൻ പോകുന്നത് നരകരാജ്യം എന്താണെന്നുള്ളതാണ്. നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നു. നരകരാജ്യം എന്നുള്ള രാജ്യമുണ്ടോ, അതിനെക്കുറിച്ചൊന്നും അറിയണമല്ലോ. അപ്പം അതുകൊണ്ട് ആ കാര്യത്തിലേക്ക് പോവുകയാണ്. 25-ാം അധ്യായം, മത്തായി എഴുതിയ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ 41-ാമത്തെ തിരുവചനത്തിൽ നരകരാജ്യത്തെക്കുറിച്ചുള്ള ഒരു സംഭവമുണ്ട്. അത് ഒരു പ്രതിപാദ്യമുണ്ട്. അത് ഞാൻ വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 41-ാം തിരുവചനം. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. കണ്ടോ? അപ്പോൾ ഈ നിത്യാഗ്നി എന്ന് പറയുന്നത്, അത് നരകം എന്ന് പറയുന്നത് നരകരാജ്യമാണ്. നരകത്തിൻ്റെ നരകമാണ്. അവിടെ നരകമാണ്, നരകരാജ്യമാണ്. അത് ഭൂമിയുടെ അധോഭാഗത്തിലാണ്, അതായത് അഗാധത്തിലാണ്. ഭൂമിക്ക് മുകളിലല്ല, അഗാധത്തിലാണ്. അതെവിടെയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളത്, അതായത് പാതാളം എന്നാണ് അതിന് പറഞ്ഞിരിക്കുന്നത്. പാതാളം മൂന്ന് വേഷം, അതായത് നരകരാജ്യത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് 3 അവസ്ഥയാണ് പറയുന്നത്. ഒന്ന് യാതനാസ്ഥലം, 2 പാതാളം, പിന്നെ അഗാധകൂപം. ഈ മൂന്ന് ആ നരകരാജ്യത്തിന്, അല്ലെങ്കിൽ ആ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന നരകരാജ്യത്തിന് 3 തട്ടുകളാവുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ആ 3 തട്ടുകൾ, ഇതിലേറ്റവും കഠിനതയേറിയതാണ് അഗാധകൂപം എന്ന് പറയുന്നത്. അഗാധകൂപം എന്ന് പറയുന്നത് ഏറ്റവും കഠിനതയേറിയത്. അപ്പോൾ ഓരോരുത്തരും നമ്മൾ മനുഷ്യർക്ക് അവർ ചെയ്തിരിക്കുന്ന തെറ്റുകൾക്ക് അനുസരിച്ചുള്ള ശിക്ഷകളാണ് ഓരോരുത്തർക്കും കിട്ടുന്നത്. മനുഷ്യർക്ക് കിട്ടുന്നതും പിശാചിനോട്. കാര്യം ഒരിക്കലും മനുഷ്യർക്ക് വേണ്ടിയല്ല ദൈവം നരകത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. അത് പിശാചിന് വേണ്ടിയാണ്, സാത്താനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടിയാണ്. പക്ഷേ മനുഷ്യൻ മനഃപൂർവ്വമായിട്ട് ഞങ്ങൾക്ക് ദൈവരാജ്യം വേണ്ട, ദൈവത്തെ വേണ്ട, ദൈവരാജ്യവും വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ദൈവത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തെയും ജീവൻ പകരുന്ന പരിശുദ്ധാത്മാവിനെയും ആ നിത്യജീവദാതാവായ ക്രിസ്തുവിനെയും നിഷേധിക്കുന്നവർ മാത്രമാണ്. അവർ മനഃപൂർവ്വമായി ഈ ഭൂമിയിൽ അവർ ജീവിച്ചിരിക്കുന്ന കാലം, 70 ഏറിയാൽ 80 വർഷം അവർ ജീവിച്ചിരിക്കുന്ന കാലം, അവർ ഈ നിഷേധാത്മകമായ ദൈവത്തോടും ദൈവത്തിൻ്റെ വചനത്തോടുമുള്ള നിഷേധാത്മകമായ അഥവാ നെഗറ്റീവായിട്ടുള്ള പ്രതികരിച്ച് അവരുടെ ജീവിതം അവസാനിപ്പിച്ച് ഈ ഭൂമിയിൽ നിന്ന് അവർ മാറ്റപ്പെടുന്ന മരണമെന്നുള്ള ആ ജനനത്തിലൂടെ, മരണമെന്നുള്ള കവാടം, നിത്യമായ ജനനത്തിലേക്കുള്ള ആ പ്രവേശനത്തിൽ അവർ ഇവിടെ അപ്രകാരം ജീവിച്ചു കഴിയുമ്പോൾ അവരും കൂടി എവിടെ പോയി വീഴും? നരകത്തിൽ. പിശാചിനു വേണ്ടി, സാത്താനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടി ദൈവം ഉണ്ടാക്കിയിരിക്കുന്ന ആ നരകത്തിലേക്ക് ഇവരും പോകും. അപ്പോൾ ഇവർ ചെല്ലുമ്പോഴത്തേക്ക് ഇവർ ഈ ഭൂമിയിൽ എപ്രകാരമാണോ ജീവിച്ചത്, എത്രമാത്രം ദുഷ്ടതയും നീചതവും നികൃഷ്ടതയും ചെയ്താണോ ജീവിച്ചത്, അതിന് തക്കതായിട്ടുള്ള ശിക്ഷയാണ് അവിടെയും കിട്ടുന്നവർക്ക്. കാര്യം അങ്ങനെയുള്ള സ്ഥലത്താണ് ദൂതന്മാർ ഇവരെ കൊണ്ട് ആക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ രാജ്യത്ത്, അതായത് ഭൂമിയിലെ രാജ്യത്തുള്ള ഓരോ ശിക്ഷകൾക്കും കോടതി വിധിക്കുന്ന ഓരോ കുറ്റത്തിനും ഓരോ ശിക്ഷയാണല്ലോ വിധിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ, അതുപോലെ തന്നെയാണ് സ്വർഗത്തിലെ ന്യായവിധിയൊക്കെ അങ്ങനെ തന്നെയാണ്. അതായത് എല്ലാവർക്കും ഒരിടത്തല്ല, നരകത്തിലേക്ക് പോകുന്നവർക്ക് എല്ലാവർക്കും ഒരേ നരകം കൊടുക്കുകയല്ല. അവരുടെ ഈ ജീവിതത്തിൽ ഇവിടെ ഈ ഭൂമിയിൽ അവർ ജീവിച്ചിരുന്ന കാലഘട്ടം അവരെപ്രകാരമാണോ ദുഷ്ടത ചെയ്ത്
തിന്മ ചെയ്ത് ജീവിച്ചിരുന്ന് അതനുസരിച്ചുള്ള ശിക്ഷയാണ് ഈ നരകത്തിൻ്റെ ഈ 3 ഭാഗങ്ങളിലായിട്ട് അവർക്ക് കിട്ടാൻ പോകുന്നത്. ഇല്ലായി എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പം നിത്യതയിൽ സ്വർഗത്തിൽ പിതാവായ ദൈവത്തോടുകൂടെ സ്വർഗരാജ്യത്തിൽ വസിക്കുന്ന ദൈവമക്കൾ എന്നറിയപ്പെടുന്നവർക്ക് അവർക്കും പ്രതിഫലം അവിടെയും കാറ്റഗറിയുണ്ട്. അവരുടെ ജീവിതത്തിൽ അവർക്ക് കൊടുത്ത താലന്തുകൾ, അവർക്ക് താലന്തുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് പലവിധ ശുശ്രൂഷകൾ ദൈവം കൊടുത്തിരുന്നു. അവർക്ക് പ്രവർത്തിക്കുവാൻ ഈ ഭൂമിയിൽ അവർ എപ്രകാരമാണോ ജീവിക്കേണ്ടത്, എന്ത് ജോലി ചെയ്യാനാണ് ജീവിക്കേണ്ടത്, എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുള്ള ഉത്തരവാദിത്വം അവർക്ക് കൊടുക്കണം. അപ്പോൾ അവരെ ഏൽപ്പിച്ചിരുന്ന ഉത്തരവാദിത്തത്തിൽ എത്രമാത്രം അവർ ആത്മാർത്ഥതയോടെ ആ ഉത്തരവാദിത്തങ്ങൾ ചെയ്തത്, അത് ക്രയവിക്രയം ചെയ്തത്, അതിൻ്റെ അടിസ്ഥാനത്തിലും അവരുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തികളും, അതായത് നമ്മുടെ വാക്കുകൾ വരെ, ഈ മറ്റുള്ളവർ വാക്കൊന്നുമില്ല, മറ്റതിന് വാക്ക് ഈ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം, ദൈവത്തിൻ്റെ വിശുദ്ധരായ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം വാക്കുകളെ വരെ ന്യായം വിധിക്കുന്ന ഒരു നാളുണ്ടെന്ന്. അപ്പം ക്രിസ്തുയേശുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെയാണ് ഈ പ്രതിഫലം വിധിക്കുന്നത്. അതായത് മനുഷ്യർക്കുള്ള ദൈവത്തിൻ്റെ മക്കൾക്കുള്ള പ്രതിഫലം നൽകുന്ന ഇതാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനം. അത് ശിക്ഷയ്ക്കുള്ളതല്ല, പ്രതിഫലം നൽകുന്നതാണ്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും തീയതായാലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടതാവുന്നു. ആ തിരുവചന പ്രകാരമാണ് അത്. എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്ന് ദൈവത്തിൻ്റെ സഭ, അതായത് ക്രിസ്തുവിൻ്റെ ഈ കൃപായുഗത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ രക്തവും ജീവനും കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ തൻ്റെ മണവാട്ടി സഭ അഥവാ ദൈവത്തിൻ്റെ മക്കളെ കർത്താവായ യേശുക്രിസ്തു ദൂതന്മാരുമായിട്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവരെയും കൂട്ടിക്കൊണ്ട് സ്വർഗത്തിലേക്ക് പോയിട്ട്, അത് മധ്യാകാശം എന്നിങ്ങനെ പറയുന്നുണ്ട്. അതേ മധ്യാകാശം എന്നൊരു വാക്ക് തിരുവചനത്തിൽ പറയുന്നില്ല. ഏതായാലും ദൈവം ഒരുക്കുന്ന സ്ഥലത്ത് വെച്ച് അവർക്ക് പ്രതിഫലം കൊടുക്കുകയാണ്. അപ്പോൾ ഈ പ്രതിഫലം കൊടുക്കുന്ന സമയത്തിന് ഈ ഭൂമിയിൽ നടക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാത്താനായ ലൂസിഫറിൻ്റെ ഏകാധിപത്യ ഭരണമാണ് അന്ന് മുതൽ നടക്കുന്നത്. അതായത് ദൈവത്തിൻ്റെ സഭ, ചർച്ച് ഓഫ് ഗോഡ്, ദൈവസഭ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വരുന്ന ഭരണാധികാരി ഏകാധിപതിയായ സാത്താൻ അഥവാ ലൂസിഫറിൻ്റെ പ്രതിനിധിയായ ആ വ്യക്തിയാണ് പിന്നെ ഭരിക്കുന്നത്. കാര്യം ലൂസിഫർ ആത്മാവാണ്, കാര്യം ദൈവവും പിശാചും ആത്മാവാണ്. ഇവർ രണ്ടുപേരും മനുഷ്യരിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അന്ന് ഭരിക്കുന്ന ദശരാഷ്ട്ര സംഘടന ഇപ്പോൾ തന്നെ നിലവിൽ വന്നിട്ടുണ്ട്, കുറേ അധികം നാളായി. ആ സംഘടനയിൽ 10 പേരിൽ 3 പേരെ പരാജയപ്പെടുത്തി ഒരുത്തൻ ഉയർന്നു വരും. ഒരു രാജാവാണ്, അത് മനുഷ്യനാണ്, രാജാവാണ്. അവൻ ക്രൂരനായിട്ടുള്ള ഉപായിയായിട്ടുള്ള ചതിയും വഞ്ചനയും വക്രതയൊക്കെ ഉള്ള ഒരു രാജാവാണത്. ആ രാജാവിലേക്ക് ഈ ലൂസിഫർ എന്നുള്ള പിശാച്, സാത്താൻ്റെ തലവൻ തന്നെ കയറി വരും. അങ്ങനെ വന്നിട്ട് ആ ലൂസിഫറാണ് പിന്നെ ഈ ഭൂമിയെ 7 വർഷം ഭരിക്കുന്നത്. അത് മഹോദ്രവ കാലഘട്ടമെന്നാണ്, മഹോദ്രവകാലം എന്നാണ് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. മഹോദ്രവകാലം അല്ലെങ്കിൽ കർത്താവിൻ്റെ ദിവസം എന്നും ആ ദിവസം എന്നും എന്നൊക്കെയുള്ള ഇതുണ്ട്. അപ്പം നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന മഹോദ്രവകാലം, മഹോദ്രവ പീരീഡ്, മഹോദ്രവകാലം എന്ന് പറയും. അപ്പോൾ ആ സമയത്ത് സ്വർഗത്തിൽ ഈ പ്രതിഫലം, ദൈവമക്കൾക്കുള്ള പ്രതിഫലം കൊടുത്ത് അവരെ അതിനായിട്ടുള്ള അങ്ങനെ കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് ഭൂമിയിലുള്ള 7 വർഷ സമയം അതിനെക്കുറിച്ചുള്ള ഞാനൊരു മഹോദ്രവം എന്നുള്ള ആ ഒരു വിഷയത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തെക്കുറിച്ച് വിശദമായിട്ട് പറയാം. ഇപ്പോൾ ഇത്രയും മാത്രം അറിഞ്ഞിരിക്കുക. അപ്പോൾ അങ്ങനെ പ്രതിഫലം കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഇവർക്ക് എല്ലാവർക്കും, അതായത് ഈ നമ്മുടെ പ്രവൃത്തിക്ക് അനുസരിച്ചുള്ള ശിക്ഷയും പ്രതിഫലവുമാണ് കിട്ടുന്നത്. നരകത്തിലേക്ക് പോകുന്നവർക്ക് ശിക്ഷയും സ്വർഗത്തിലേക്ക് പോകുന്നവർക്ക് പ്രതിഫലവും ആണ് കിട്ടുന്നത്. അപ്പം നരകത്തിലേക്ക് പോകുന്നവർക്ക് എല്ലാവരെയും എടുത്ത് ഒരേ സ്ഥലത്ത് കൊണ്ട് ഇടുകയല്ല, അവരുടെ പ്രവൃത്തിക്ക് തക്ക അതായിട്ടുള്ള ശിക്ഷ കൊടുത്തിട്ടാണ് അവരെ ഇടുന്നത്. പക്ഷെ അവിടെ പോയി എവിടെയാണോ അവരെ ആക്കി വയ്ക്കുന്നത് അവിടെ അവരുടെ നിത്യത മുടി, പിന്നെ അവിടുന്ന് കരയാൻ അവർക്ക് മോചനമില്ല. കാര്യം മരണം എന്നുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ നിത്യമായ അവസാനമില്ലാത്ത ജീവിതത്തിലേക്കുള്ളൊരു പ്രവേശനമാണ്. അപ്പോൾ പിന്നെ ഈ സ്ഥലത്തൊന്നും മോചനമില്ല. ഏത് ശിക്ഷയാണോ അവർക്ക് ലഭിക്കുന്നത് ആ ശിക്ഷയിൽ അവരങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അവസാനമില്ലതിന്, അന്ത്യമില്ലതിന് എന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിത്യതയിലേക്ക് വരുമ്പോഴും നിത്യതയിലും അതുപോലെ തന്നെ ആ സുഖസൗകര്യങ്ങളിലൂടെ അവർക്ക് കിട്ടുന്ന പ്രതിഫലങ്ങളിലൂടെ അതിന് വളർച്ചയില്ല, കുറവുമില്ല, കൂടുതലുമില്ല. കിട്ടുന്ന എന്താണോ അതിൽ തന്നെ അവരും നിത്യതയിൽ ദൈവത്തോടു കൂടെ
അവരും വസിക്കും. അതാണ് രണ്ടിൻ്റെയും നിത്യതയുടെ രണ്ട് വശങ്ങളിലും പോകുന്നവർക്ക് കിട്ടുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ ഈ നരകരാജ്യം എന്നുള്ളതിന് നമ്മൾ അതിലേക്ക് കൂടുതലായിട്ട് വിശദീകരിക്കാൻ പോകുന്നില്ല. നിങ്ങൾ തിരുവചനം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും. ഇനി അടുത്ത തിരുവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൽ നരകരാജ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് പരിശോധിക്കാം. 3-ാം അധ്യായം 23-ാമത്തെ തിരുവചനം. അവൻ അവരെ അടുക്കെ വിളിച്ച് ഉപമകളാൽ അവരോട് പറഞ്ഞത്, സാത്താനെ എങ്ങനെ പുറത്താക്കുവാൻ കഴിയും? ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ ആ രാജ്യത്തിന് നിലനിൽക്കുവാൻ കഴിയുകയില്ല. കണ്ടോ? അപ്പം സാത്താനെ തന്നെ, അതായത് ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ, ഈ തിരുവചനത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ജീവിച്ചിരുന്ന തൻ്റെ ഐഹിക കാലത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവൃത്തികളും ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ ജനം അഥവാ യഹൂദന്മാർ പറഞ്ഞു, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ലൂസിഫറിനെ കൊണ്ടാണ്, ബെൽസബൂലിനെ കൊണ്ടാണ് ഇവൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവരോട് പറയുന്ന ഒരു മറുപടിയും ഉപമയുമാണ് ഈ പറയുന്നത്. അതായത് തൻ്റെ രാജ്യം, അതായത് സാത്താൻ്റെ രാജ്യമായ നരകരാജ്യത്തിനെതിരെ അവൻ തന്നെ ദോഷമായിട്ട് നിന്ന് കഴിഞ്ഞാൽ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതിൻ്റെ താഴത്തേക്കുള്ള ഉപമകൾ നിങ്ങൾ വായിച്ചാൽ മതി. അതിൻ്റെ താഴത്തേക്കുള്ള ഉപമകൾ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇത് നരകരാജ്യം അത് നരകരാജ്യം എന്നും അവൻ്റെ അധികാരത്തിന് കീഴിലുള്ള സ്ഥലമാണ് നരകരാജ്യം എന്ന് യേശു തന്നെ സാക്ഷീകരിക്കുന്നതാണ്. അവിടെ ഞാൻ ഒന്നുകൂടി വായിക്കാം, അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരിക്കൽ കൂടി ആ വചനം വായിക്കാം. 23-ാമത്തെ, അതായത് മർക്കോസിൻ്റെ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 23-ാമത്തെ വാക്യം. 22 മുതൽ വായിക്കാം. അവൻ അവരെ അടുക്കൽ വിളിച്ച് ഉപമകളാൽ അവരോട് പറഞ്ഞത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉപമകളാൽ അവരോട് പറഞ്ഞത്, സാത്താനെ എങ്ങനെ പുറത്താക്കുവാൻ കഴിയും? അതായത് സാത്താനെ എങ്ങനെ പുറത്താക്കുവാൻ കഴിയും? ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ ആ രാജ്യത്തിന് നിലനിൽപ്പാൻ കഴിയില്ല. അതായത് സാത്താനും അവർ തമ്മിൽ ഇങ്ങനെ വൈരാഗ്യം ഉണ്ടായി, ഇങ്ങനെ ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ പ്രതിബന്ധമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ആ രാജ്യത്തിന് നിലനിൽപ്പുണ്ടാകത്തില്ല. ഇപ്പം നമ്മൾ തന്നെ കുടുംബത്തെ തന്നെ നോക്കുക. ആ കുടുംബത്തിൽ ആ കുടുംബാംഗങ്ങൾ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷവും പകയും വൈരാഗ്യവുമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ആ കുടുംബം എങ്ങനെ നിലനിൽക്കും? ആ കുടുംബം ഒരിക്കലും നിലനിൽക്കത്തില്ല. അത് ഭിന്നമായി പോകും എന്ന് പറഞ്ഞതുപോലെ തന്നെ സാത്താനെതിരായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവൻ്റെ രാജ്യം ഭിന്നമായിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് അവൻ അങ്ങനെ ഒരിക്കലും അപ്പോൾ അത് ഇവിടെ നമ്മുടെ വിഷയം നരകരാജ്യമാണ്. അപ്പോൾ നരകരാജ്യം ഉണ്ട് എന്ന് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കർത്താവ് തന്നെ പറഞ്ഞല്ലോ ഇപ്പം. അപ്പോൾ അതുകൊണ്ട് ആ വാക്യം നിങ്ങൾ അത് മനസ്സിലാക്കുക. നരകരാജ്യം എന്നുള്ള രാജ്യമുണ്ട്. ഇപ്പം നമ്മുടെ സമയത്തിൻ്റെ ഒരു പരിമിതി, സമയം ഇതായിരിക്കും 33 മിനിറ്റ്. അപ്പം നമ്മുടെ സമയം അതുകൊണ്ട് തീർന്നു. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിങ്ങൾക്കിപ്പോൾ ഈ സ്വർഗരാജ്യം, നരകരാജ്യം, ഭൂമി അതായത് ഭൗമിക രാജ്യം, നമ്മുടെ ഇവിടുത്തെ ഭൂമിയിലെ രാജ്യങ്ങൾ ഇതെല്ലാം ഉണ്ട്. അത് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണെന്നുള്ള ആ ഒരു അടിസ്ഥാന ഉപദേശം, ഒരു അടിസ്ഥാനം നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഇനി ഇതിൽ നിങ്ങൾ തിരുവചന പഠനത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലുള്ള തിരുവചന വായനയിലൂടെയും പഠനത്തിലൂടെയും ഇത് നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കുക. ദൈവരാജ്യത്തെക്കുറിച്ചും ഇത് പഠിക്കുക. കാര്യം നരകരാജ്യത്തെക്കുറിച്ച് പഠിക്കേണ്ട കാര്യമില്ല. കാര്യം അത് നമ്മളുണ്ട്. കാര്യം അവന് സാത്താനും നരകത്തിനും ഒന്നും അധികം പ്രാധാന്യം ദൈവമക്കൾ കൊടുക്കേണ്ട കാര്യമില്ല. അതെങ്കിലും അറിയാൻ വേണ്ടി, നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടി മാത്രം ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞത്. ദൈവരാജ്യത്തെക്കുറിച്ച് പഠിക്കുക, അതുപോലെ ഭൂമിയിലെ രാജ്യത്തെക്കുറിച്ചും പഠിക്കുക. മറ്റവനെ അവോയ്ഡ് ചെയ്ത് അലക്ഷ്യമാക്കി കളഞ്ഞേക്കുക. അവനെ അത്രയും പരിഗണിക്കേണ്ട കാര്യമില്ല. കാര്യം അവൻ അത്രയ്ക്കും അവനെ നമ്മൾ ഉപേക്ഷിച്ച് കളയേണ്ട. അവനെ നമ്മുടെ ജീവിതത്തിലൊന്നും യാതൊരു പ്രാതിനിധ്യവും കൊടുക്കരുത്. ഒരു വാക്കുകൊണ്ട് പോലും അവൻ്റെ നാമം പോലും ഉച്ചരിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് അധികം പഠിക്കേണ്ട. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുക, നിങ്ങൾ അറിയാൻ വേണ്ടി മാത്രം 2-3 വചനം വായിച്ച് നരകരാജ്യം എന്നുള്ള രാജ്യമുണ്ട്, ശിക്ഷ, അത് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി ഒന്ന് പറയുന്നേ ഉള്ളൂ. അപ്പോൾ ആയാലും ദൈവരാജ്യത്തെക്കുറിച്ചും ഭൂമിയിലെ രാജ്യത്തെക്കുറിച്ചൊക്കെ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊള്ളുക, ഭൂമിയിലെ മനുഷ്യരെക്കുറിച്ചൊക്കെ പഠിച്ചുകൊള്ളുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ്. ഇനി ഇപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു,
ഇത് നമുക്ക് രക്ഷിക്കപ്പെട്ട് വരുന്നവർക്കുള്ളതാണ് ഈ ക്ലാസ്സുകളെല്ലാം. അപ്പം നിങ്ങൾ ആരും ഈ തിരുവചനം കേൾക്കുന്നവർ രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ അവർ എൻ്റെ വീഡിയോ 1 മുതൽ 10 വരെയുള്ള വീഡിയോസ്, ഞാൻ ആദ്യം ചെയ്ത വീഡിയോസിൽ ഏതെങ്കിലും 1, 2, 3 അല്ലെങ്കിൽ എല്ലാം കാണുക. അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവരാജ്യത്തിൽ അംഗമായി ദൈവരാജ്യത്തിൻ്റെ പൗരത്വം നിങ്ങളെല്ലാവരും സ്വീകരിച്ചില്ലെങ്കിൽ സ്വീകരിക്കുക. നിത്യജീവൻ അവകാശികളും ഓഹരിക്കാരുമായി പാപത്തിൻ്റെ ശമ്പളമായ നിത്യമരണത്തിൽ നിന്ന് നിങ്ങൾ മോചനം പ്രാപിച്ച് ദൈവമക്കളായി തീരുക. അതിനുള്ള എല്ലാവിധ കാര്യങ്ങളും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോസിലെല്ലാത്തിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കി രക്ഷിക്കപ്പെട്ടവരും വീണ്ടും വായിച്ചത് അതൊക്കെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ, ഹൃദയത്തിലും ആത്മാവിലും നന്നായിട്ടൊന്ന് ഉറപ്പിക്കുന്നത് നല്ലതാണ്. കാര്യം അടിസ്ഥാനം നമ്മൾ ഉറച്ചിരുന്നാൽ മാത്രമേ നമ്മൾ മുകളിലേക്ക് പണിയുന്ന കെട്ടിടത്തിന് ഉറപ്പും നിലനിൽപ്പും ഉണ്ടാകത്തുള്ളൂ. അടിസ്ഥാനം ഉറപ്പോടുകൂടി പണിതിരിക്കുന്ന കെട്ടിടങ്ങളുടെ മേൽ എത്ര പ്രകൃതിക്ഷോഭങ്ങളോ എത്ര ആഘാതങ്ങളോ ഉണ്ടായാലും പെട്ടെന്നൊന്നും അത് വീഴത്തില്ല. പെട്ടെന്നല്ല, അത് നന്നായിട്ട് അടിസ്ഥാനം വിട്ടത് വീഴത്തില്ലെന്ന് തന്നെ കർത്താവ് പറഞ്ഞു. 2 ഭവനത്തെക്കുറിച്ചുള്ള കാര്യം, നിർമ്മാണത്തെക്കുറിച്ചുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മൾ അടിസ്ഥാനം എപ്പോഴും ഉറപ്പോടുകൂടി പണിയണം. നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതം ക്രിസ്തീയ ഭവനം എന്നുള്ള ആ ഭവനത്തിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ ആ ഗോപുരത്തിൻ്റെ അടിസ്ഥാനം നമ്മൾ കൃത്യതയോടെ പണിതാൽ മാത്രമേ മുകളിലേക്ക് കെട്ടിപ്പൊക്കി നമുക്ക് ജയകരമായ ഭവനത്തിൻ്റെ പണി പൂർത്തിയാക്കുവാൻ അല്ലെങ്കിൽ ആ ഗോപുരത്തിൻ്റെ പണി പൂർത്തിയാക്കുവാൻ കഴിയത്തുള്ളൂ. അതിനുവേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പം രക്ഷിക്കപ്പെടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് അത് കൈകാര്യം ചെയ്യുക. രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി തരിക, ദൈവരാജ്യത്തിലെ അംഗങ്ങളായി തരിക. അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് ബോധ്യം വരുത്തട്ടെ. നിത്യതയിൽ നിങ്ങൾക്ക് ദൈവത്തോടുകൂടെ, നിങ്ങളെ സൃഷ്ടിച്ചവനായ ദൈവത്തോടുകൂടെ വസിക്കാനുള്ള കൃപയുണ്ടാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ ശ്രോതാക്കളായ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഈ കേൾക്കുന്ന വചനങ്ങൾ, നിങ്ങൾ പഠിക്കുന്ന വചനങ്ങളും കേൾക്കുന്ന വചനങ്ങളും അത് നിങ്ങൾക്ക് ഈ ഭൂമിയിലും വരുവാനുള്ള നിത്യതയിലും 100 മടങ്ങ് പ്രതിഫലത്തിന് കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. സകലമാന മഹത്വവും സർവശക്തനായ ദൈവത്തിനുള്ളത്. തിരുനാമത്തിന് മഹത്വം, തിരുനാമത്തിന് മഹത്വം, തിരുനാമത്തിന് മഹത്വം. മാറാനാഥ, മാറാനാഥ, മാറാനാഥ. കർത്താവായ യേശുവേ, വേഗം വരേണമേ. അവിടുത്തെ രാജ്യം സ്ഥാപിക്കണമേ. ആമേൻ. കർത്താവേ വരേണമേ. ഹല്ലേലൂയ.